കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുനെ അനുസ്മരിച്ച് അധ്യാപകർ. സ്കൂളിൽ അനുശോചന യോഗം ചേർന്നു. പൊട്ടിക്കരയുകയാണ് അധ്യാപകരിൽ പലരും. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളാണ്. പഠിപ്പിച്ച അധ്യാപകർ, അവർക്ക് പലതും പറയാനുണ്ടാകും. പ്രതീക്ഷിക്കാതെ തന്നെ സ്കൂളിന് വലിയ അപമാനമായൊരു സംഭവം കൂടിയാണ്. എന്താണ് ഈ ചടങ്ങിന്റെ വിശദാംശം? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ ശുഭമാണ് എന്നെ വിളിക്കുന്നത്. സ്മൃതി, ഇന്ന് രാവിലെയാണ് ഈ അനുസ്മരണ യോഗം തുടങ്ങിയത്. സ്റ്റാഫ്, മാനേജ്മെന്റ് പ്രതിനിധികളാണ്, PTA പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. എല്ലാവരും തന്നെ വിതുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. കൂടുതലും അധ്യാപകർ, മിഥുനെ പഠിപ്പിച്ച അധ്യാപകർ, അവരാണ് ആ ഓർമ്മകളിലെല്ലാം തന്നെ മിഥുനെ ഓർത്തെടുത്തത്. രാവിലെ തെറ്റുപറ്റി എന്നുള്ളത് ആണ് സ്കൂൾ മാനേജ്മെൻ്റ് അടക്കം പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ മകൻ അവിടെ പോകുന്നത്. സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയിലാണ് അധ്യാപകരെല്ലാവരും തന്നെ ഉള്ളത്. അവർ അങ്ങനെ തന്നെയാണ് ഈ അനുസ്മരണ യോഗത്തിൽ പറഞ്ഞത്. സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദന ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഓരോ അധ്യാപകർക്കും ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ വാക്കുകൾ കൊണ്ട് എങ്ങനെ എവിടെ തുടങ്ങണമെന്നൊക്കെ വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ടീച്ചറെ ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. നല്ല സ്വഭാവമുള്ള നല്ല കുട്ടിയാണ്. കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് അടുത്തു. എല്ലാ അധ്യാപകരുമായിട്ട് പറഞ്ഞാലും തീരത്തില്ല. അവനെ പഠിക്കുന്ന കാര്യത്തിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും എല്ലാം നല്ല മിടുക്കനായിരുന്നു. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അവൻ ഇങ്ങോട്ട് വന്ന് ടീച്ചറേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന കുട്ടിയാണ്. അത് നല്ലപോലെ പടം വരയ്ക്കുമായിരുന്നു. ഞാൻ കണക്കാ പഠിപ്പിക്കുന്നെങ്കിലും അപ്പോൾ പോലും ടീച്ചറെ എൻ്റെ ഈ പടം കൊള്ളാവോ, ഒരുപാട് അടുപ്പമായിരുന്നു. ഒരുപാട് വിഷമമുണ്ട്. വന്ന് സംസാരിക്കുമായിരുന്നല്ലേ? നല്ല സഹകരണമായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല സഹകരണമായിരുന്നു. സ്മൃതി, ഓരോ അധ്യാപകരും ഇങ്ങനെ തന്നെയാണ് ഈ മകനെ ഓർത്തെടുക്കുന്നത്. എല്ലാവർക്കും പറയാനുള്ളത് നല്ല പ്രസന്നതയോടുകൂടെ പെരുമാറുന്ന മകൻ. ആ മകൻ്റെ വിയോഗം ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ അധ്യാപകരുണ്ട്, ഇവരുണ്ട്. ചേട്ടാ, മിഥുനെ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? മിഥുനെ ഓർത്തെടുക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് മരിക്കുന്നവരെ ആ കുഞ്ഞിൻ്റെ മനസ്സ് ഉണ്ടാവും. കാരണം ഒരു കൊച്ചനുജൻ്റെ വേർപാട് ഈ കലാലയത്തിന് മാത്രമല്ല, ഈ സമൂഹത്തിനും താങ്ങാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇതിൻ്റെ കുടുംബത്തെ അറിയാവുന്നതാണ്. ഈ കുട്ടിയുടെ ക്യാൻവാസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളവിടെ പോയിട്ടുള്ളത്. മിടുക്കനായ ഒരു കളിക്കാരനാണ് അവൻ. കുട്ടികൾക്ക് നല്ല അഭിപ്രായമാണ് അവനെക്കുറിച്ചുള്ളത്. പക്ഷേ ഈ ഒരു വേർപാട് എല്ലാവരെയും വേദനിപ്പിക്കും. അതിൽ ഞങ്ങളും പങ്കുള്ളത്. അങ്ങനെ വലിയ വിഷമത്തിൽ നമുക്ക് ആ സ്റ്റാഫ് റൂമിലാണ്. അധ്യാപകരൊക്കെ ആ ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. മിഥുൻ്റെ അധ്യാപികയാണ് ഇരിക്കുന്നത്. ആ ഒരു എങ്ങനെയാണ് ആ ടീച്ചർക്ക് ഒരു വാക്ക് പോലും ടീച്ചർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഒരു 2 വാക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു അവസരം അല്ല എനിക്ക് മകനെ പറ്റി ഓർക്കാൻ. അത്ര വിഷമത്തിലാണ്. ടീച്ചർമാർക്കെല്ലാം പ്രിയപ്പെട്ട കുട്ടിയായി മിഥുൻ മാറിയിരുന്നു. അനുശോചന പരിപാടിയാണ് അവിടെ പുരോഗമിക്കുന്നത്. ക്ലാസ് ടീച്ചറുടെ കണ്ണുനീരാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ ഇപ്പോൾ അനുശോചന പരിപാടി ചേരുകയാണ്.